നമസ്കാരം സുഹൃത്തുക്കളെ, ഡീപ് വർക്ക് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരളത്തിലെ മന്ത്രിസഭ. ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായി കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ വേഴ്സസ് കേരളത്തിലെ പുതിയ മന്ത്രിസഭ ഈ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. LDC പരീക്ഷയിൽ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക് തന്നെയാണ് കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2026 അധികാരമേറ്റ പുതിയ മന്ത്രിസഭയുടെ ഡീറ്റെയിൽസും നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ മന്ത്രിമാരും പുതിയ മുഖ്യമന്ത്രിയും പുതിയ വകുപ്പുകളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭാ രൂപീകരണം നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ധനകാര്യം C. അച്യുതമേനോൻ, TV തോമസ് തൊഴിൽ ട്രാൻസ്പോർട്ട്, KC ജോർജ് ഭക്ഷ്യം വനം, KP ഗോപാലൻ വ്യവസായം, TA മജീദ് പൊതുമരാമത്ത്, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം, KR ഗൗരി റവന്യൂ എക്സൈസ്, VR കൃഷ്ണയ്യർ നിയമം വൈദ്യുതി, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. 11 പേരടങ്ങുന്ന കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിലെ വകുപ്പുകളും മന്ത്രിമാരെയും കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലെ പുതിയ മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കാം. രണ്ടും പഠിക്കുന്ന സമയത്ത് നമുക്കതിൽ കമ്പയർ ചെയ്ത് പരസ്പരം കണക്ഷൻ വെച്ച് നിങ്ങൾക്ക് കോഡുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. അങ്ങനെയാകുമ്പോൾ രണ്ടും മറന്നു പോകാതെ ഇരിക്കാം. ഉദാഹരണത്തിന് കേരളത്തിലെ പ്രഥമ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, പുതിയ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി VD സതീശൻ. ഈ രീതിയിലും നമുക്ക് പഠിക്കാം. 2026 അധികാരത്തിലേറ്റ കേരളത്തിലെ പുതിയ മന്ത്രിസഭ VD സതീശൻ പറവൂർ മണ്ഡലത്തിലാണ് വിജയിച്ചത്. മുഖ്യമന്ത്രി കൂടാതെ അതിനോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന വകുപ്പുകൾ പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം, നിയമം. രമേശ് ചെന്നിത്തല ഹരിപ്പാട്, ആഭ്യന്തരം വിജിലൻസ്. സണ്ണി ജോസഫ് പേരാവൂർ, വൈദ്യുതി പരിസ്ഥിതി. K. മുരളീധരൻ വട്ടിയൂർക്കാവ്, ദേവസ്വം ആരോഗ്യം. PC വിഷ്ണുനാഥ് കുണ്ടറ, വിനോദസഞ്ചാരം സാംസ്കാരികം സിനിമ. AP അനിൽകുമാർ റവന്യൂ, വണ്ടൂർ മണ്ഡലത്തിലാണ് വിജയിച്ചത്. T. സിദ്ദിഖ് കൃഷി കൽപ്പറ്റ, T. സിദ്ദിഖ് കൽപ്പറ്റയിൽ നിന്നാണ്. ബിന്ദു കൃഷ്ണ കൊല്ലം, വനിതാ ശിശുക്ഷേമം തൊഴിൽ. KA തുളസി കൊങ്ങാട്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്. M. ലിജു കായംകുളം എക്സൈസ് സഹകരണം. OJ ജനീഷ് കൊടുങ്ങല്ലൂർ, യുവജനക്ഷേമം കായികം മ്യൂസിയം രജിസ്ട്രേഷൻ. 2026 കേരളത്തിലെ പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് OJ ജനീഷ്. റോജി M. ജോൺ അങ്കമാലി ഉന്നത വിദ്യാഭ്യാസം. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം വ്യവസായം IT വാണിജ്യം. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് PK കുഞ്ഞാലിക്കുട്ടി. KM ഷാജി വേങ്ങര തദ്ദേശ സ്വയംഭരണ വകുപ്പ്. N. ഷംസുദ്ദീൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസം. PK ബഷീർ ഏറനാട് പൊതുമരാമത്ത് വകുപ്പ്. VE അബ്ദുൽ ഗഫൂർ കളമശ്ശേരിയിലാണ് മണ്ഡലം, ഫിഷറീസ് സാമൂഹ്യനീതി. മോൻസ് ജോസഫ് കുടത്തുരുത്തി ജലവിഭവം ജലസേചനം. ഷിബു ബേബി ജോൺ ചവറ വനസംരക്ഷണം നൈപുണ്യ വികസനം. അനൂപ് ജേക്കബ് പിറവം ഉപഭോക്തൃകാര്യം ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. CP ജോൺ ഗതാഗതം. ഇത്രയും പേരാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ. കേരളത്തിലെ 2026 പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്പീക്കറായി തെരഞ്ഞെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ